ഹലോ, എൻ്റെ പേര് ജുവാന. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 12th കഴിഞ്ഞിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത്? ഫാഷൻ ഡിസൈനിങ് ആണോ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആണോ, ജ്വല്ലറി മേക്കിംഗ് ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. 10th പാസ്സായി 11th കടന്നപ്പോഴത്തേക്ക് എനിക്ക് 12th കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എന്നതിനെ പറ്റി എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കൊരു ഫാഷൻ ഡിസൈനർ ആവണമെന്നായിരുന്നു ആഗ്രഹം. സാധാരണ കോഴ്സ് പോലത്തെ എനിക്ക് വേറെ ഡിഗ്രി കോഴ്സസ് ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. ലൈക്ക് ബികോം ടാക്സ്, ACCA, CMA അതൊന്നും ചെയ്യാൻ എനിക്ക് പൊതുവേ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് പഠിക്കാനും അതനുസരിച്ച് വർക്ക് ചെയ്യാനും ആണ് എനിക്കിഷ്ടം. അങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റി എൻ്റെ കസിൻസിൻ്റെ അടുത്തും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ കുറേ അഭിപ്രായങ്ങൾ കേട്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു എബ്രോഡ് പഠിക്കാമെന്ന്. എബ്രോഡ് പോകണമെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ 70 lakhs 80 lakhs നമുക്ക് ക്യാഷ് വേണം. അപ്പോൾ അത്രയും അഫോർഡബിൾ അല്ലാത്തതാണ് ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ത്യയിൽ ഫാഷൻ ഡിസൈനിന് ഡിഗ്രി പഠിക്കാമെന്ന്. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് നിഫ്റ്റിനെ പറ്റി ഞാൻ അറിഞ്ഞത്. നിഫ്റ്റിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം പാസ്സാവണം. +2 ഏത് ഗ്രൂപ്പായാലും നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിഫ്റ്റിൽ കുറേ കോഴ്സസ് ഉണ്ട്. അതിൽ എനിക്കിഷ്ടം BDES ഫാഷൻ ഡിസൈനിങ് 4 years ഡിഗ്രി കോഴ്സ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഫെബ്രുവരിയിലായിരുന്നു നിഫ്റ്റിൻ്റെ ഫസ്റ്റ് എക്സാം വന്നിട്ട് ഞാൻ അത് എഴുതി പാസ്സായി സിറ്റുവേഷൻ ടെസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റായി. ഇന്ന് ഞാൻ സിറ്റുവേഷൻ ടെസ്റ്റിന് പോകാൻ റെഡിയാകുകയാണ്. കണ്ണൂർ ചിന്മയ മിഷൻ കോളേജിലാണ് സെൻറ്റർ വരുന്നത്. നിഫ്റ്റ് കിട്ടോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഞാൻ IFTKL ഫാഷൻ ഡിസൈനിങ് കോളേജിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനും എൻട്രൻസ് എക്സാം ഉണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് എക്സാം വരുന്നത്. ഗാറ്റും കാറ്റും ആണ്. അതിൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഗാറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ അബിലിറ്റി ടെസ്റ്റ്, കാറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് അബിലിറ്റി ടെസ്റ്റ്. ഈ സെയിം എക്സാമാണ് നിഫ്റ്റിലും. പറഞ്ഞു വന്നതുപോലെ ഞാനിപ്പോൾ കണ്ണൂർ എക്സാം എഴുതാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ എൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്നും എൻ്റെ അവിടുത്തെ വിശേഷങ്ങളും ഞങ്ങൾ ട്രെയിനിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 12:55 ഞങ്ങളുടെ ട്രെയിനിൻ്റെ ടൈം വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വേറൊരു ചെറിയ സന്തോഷം കൂടി ഉണ്ടായിരുന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ട്രെയിനിൽ കയറുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് ട്രെയിനിൽ കയറിയത് എന്തോ 2021 അത് ഗോവയിൽ ട്രിപ്പ് പോകാനായിരുന്നു ഞാൻ ഇന്ന് ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത്. എക്സാമിന് പോകാൻ വേണ്ടി ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ അമ്മ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയത് കാരണം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു കയറി കിടന്നു. പക്ഷേ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ പുറത്തത്തെ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്ന് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 2-3 ഫ്രണ്ട്സിനെ കിട്ടി. വേറെ ആരുമല്ലായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ 2-3 അപ്പൂപ്പന്മാരും ഒരമ്മയൊക്കെ ആയിരുന്നു കിട്ടിയത്. കുറേ നേരം ഇരുന്ന് അവരോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് എടുത്താണ്ടോ. ഈ അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പ്രത്യേകത തോന്നി. വേറൊന്നുമല്ല, ചെറിയൊരു ശോഭനയുടെ കട്ട് തോന്നി. ഒരു യുഗം ഞാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം അവസിരുന്നു ഒന്നു കാണു കഴിഞ്ഞ കാലം കൊഴിഞ്ഞ ഇടർന്നു മൂകമാമി ഗാനമായി നീ ഉണർന്നു മൂകമാമിൻ മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഒരു 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ കണ്ണൂരെത്തി. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സ്മൂത്തായിട്ട് ഞങ്ങൾ കണ്ണൂരെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടാകുന്ന കൂടി അന്വേഷിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ അപ്പോഴത്തേക്ക് എല്ലാം ഫില്ലായിട്ടുണ്ടായിരുന്നു. നാളെ നേരത്തെ വരുവാണെങ്കിൽ അവിടെ നിന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമേ നമുക്കിനി ഒരു ഓപ്ഷൻ ഉള്ളൂ.
അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ച റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കാണ് എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം പറയുന്നത്. അവൾ നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന്. ഇത് അവളുടെ ചെറിയൊരു അടവാണെന്ന് തോന്നുന്നു. പുതിയ ഡ്രസ്സ് എടുക്കാമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ റൂമിൽ ചെന്നു. അവിടെ ചെന്ന് കുറച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ റൂം വന്നിട്ടുണ്ടായിരുന്ന ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിരുന്നു. ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. സ്റ്റുഡിയോയിൽ കുറച്ച് നേരം അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രെൻഡ്സിലെത്തി. അങ്ങനെ ട്രെൻഡ്സിൽ കയറി അവൾക്ക് 2-3 ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. ഒരു ടോപ്പ് എടുക്കണമെന്നും പറയാണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കും വേണമെങ്കിൽ 2-3 ഡ്രസ്സ് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ഡ്രസ്സ് കയ്യിലെടുത്ത് പിടിച്ച് ഞാനും അങ്ങനെ എടുത്തു. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ബിഗ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇച്ചിരിയൊന്നുമല്ല എടുത്തത്, പക്ഷേ അധികം റേറ്റ് ഉണ്ടായിരുന്നില്ല. 299 വെച്ചിട്ടായിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അവധി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ കടകളും ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്ക് ഒരു ഷോപ്പ് കണ്ടു. കുറേ നേരം കഴിഞ്ഞ് ആ ലൈം കുടിച്ചപ്പോൾ കിട്ടിയൊരു സുഖമുണ്ട്. സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു ആ ലൈം കുടിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, കൂടെ വന്നവർക്ക് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു 9:15-9:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് വരാൻ ഓട്ടോയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നടന്നാണ് വീട്ടിലേക്ക് വന്നത്. നല്ല രീതിക്ക് ഇന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മണി 10:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ ഡേ 1 വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഡേ 2 ഞങ്ങളൊരു രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ എല്ലാവർക്കും എഴുന്നേറ്റപ്പോൾ ചായ കുടിക്കണമെന്നൊരു മോഹം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഷോപ്പ് അന്വേഷിച്ച് കുറേ ദൂരം നടന്നിട്ടുണ്ടോ ഞങ്ങളൊരു കട കണ്ടെത്തിയത്. അങ്ങനെ ഞങ്ങൾ ചൂട് ചായയും അവർ കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കടിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് റെഡിയായി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നിന്ന് ഞങ്ങളെടുത്ത റൂമിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ടൗണിലേക്ക് നടക്കാൻ. ടൗണിൽ ചെന്നിട്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് സ്കൂളിലേക്ക് വന്നത്. ഒരു 8:30 ആയപ്പോഴത്തേക്ക് സ്കൂളിലെത്തി. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ പാടില്ല എന്ന്. അങ്ങനെ ഞാൻ കമ്മൽ മാല എല്ലാം ഊരി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം എഴുതാൻ വന്നപ്പോൾ ഞാൻ ആകെ രാവിലെ കുടിച്ച ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും കഴിക്കാണ്ടാണ് എക്സാമിന് എഴുതാൻ വന്നത്. 10 മണിക്കായിരുന്നു ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. പിന്നെ എല്ലാം ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 9 മണിക്ക് തന്നെ ഞാൻ എൻ്റെ സീറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 12 മണി ആയപ്പോഴത്തേക്ക് എക്സാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് പൊതുവെ എക്സാം കുറച്ച് ടഫായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടാക്കി തീരാൻ വേണ്ടി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു സമയം പോയിക്കൊണ്ടിരുന്നേച്ചത്. 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ 3 ഓപ്ഷൻ വെച്ചിട്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ചൂസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി ഫ്യൂച്ചറിസ്റ്റിക് ഷോപ്പിംഗ് മോളായിരുന്നു. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓടി വന്നാണ് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊച്ചിരി തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായമുള്ളവരായിരുന്നില്ല, എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും പ്രായമുള്ളവരായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. പരവേശമൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്തായിരുന്നു വെള്ളം പോലും കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 8:55 ആയപ്പോഴത്തേക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് തട്ടുകട കണ്ടപ്പോൾ ദോശ കഴിക്കാൻ തോന്നി. അങ്ങനെ ആ ദോശ ഓംപ്ലേറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ നിഫ്റ്റിൻ്റെ 2 എക്സാമും കഴിഞ്ഞു. നിഫ്റ്റ് കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിഫ്റ്റിൻ്റെ റിസൾട്ട് ഈ മന്ത് ലാസ്റ്റ് വരും. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ IFTK കൂടി ട്രൈ ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീടെത്തി. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനിഷ്ടം, എന്താണ് ആകാൻ ആഗ്രഹം എന്നൊക്കെയുള്ളത് എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.